ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവികാഭ്യാസമായ റിംഗ് ഓഫ് പസഫിക് എക്സൈസസ് അഥവാ റിംപാക് 2026 വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ വലിയ സൈനിക പരിശീലനത്തിൽ ഇന്ത്യയും സജീവമായി പങ്കാളിയാകുന്നുണ്ട്. ഇതിനായി ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക P-8I സമുദ്ര പെട്രോൾ വിമാനം അമേരിക്കയിലെ ഹവാലിയിലെത്തി. ഇന്ത്യയുടെ ഈ പങ്കാളിത്തം ഒരു സൈനിക പരിശീലനം മാത്രമല്ല, ഇൻഡോ പസഫിക് മേഖലയിൽ സമുദ്ര സുരക്ഷയ്ക്കും വിവിധ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. റിംപാക് ലോകത്തിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര നാവിക അഭ്യാസമാണ്. അമേരിക്കയുടെ പസഫിക് ഫ്ലീറ്ററിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശീലനം നടക്കുന്നത്. 1971 ഈ അഭ്യാസം ആദ്യമായി ആരംഭിച്ചത്. അന്നു മുതൽ 2 വർഷത്തിലൊരിക്കൽ ഇത് സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ നടക്കുന്നത് ഈ അഭ്യാസത്തിന്റെ 30ാമത് പതിപ്പാണ്. 2026 ജൂൺ 24 ആരംഭിച്ച പരിശീലനം ജൂലൈ 31 വരെ ഹവായ് ദ്വീപുകളിലും സമീപ സമുദ്ര മേഖലയിലുമായാണ് നടക്കുന്നത്. ഇത്തവണ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30 രാജ്യങ്ങളാണ് റിംപാക് അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, കാനഡ, ദക്ഷിണ കൊറിയ, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഈ വലിയ സൈനിക പരിശീലനത്തിന്റെ ഭാഗമാണ്. വിവിധ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകുകയും ചെയ്യുക എന്ന സന്ദേശമാണ് ഈ പ്രമേയം നൽകുന്നത്. ഇന്ത്യ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിനായി തന്റെ ഏറ്റവും ആധുനിക സമുദ്ര നിരീക്ഷണ വിമാനങ്ങളിലൊന്നായ P-8I ഹവാലിയിലേക്ക് അയച്ചിട്ടുണ്ട്. ദീർഘദൂര സമുദ്ര നിരീക്ഷണം, അന്തർവാഹിനികളെ കണ്ടെത്തൽ, ശത്രു കപ്പലുകളെ നിരീക്ഷിക്കൽ, തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന അത്യാധുനിക വിമാനമാണിത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും മറ്റ് സമുദ്ര മേഖലയിലും ഈ വിമാനം ഇതിനകം തന്നെ നിരവധി നിർണായക ദൗത്യങ്ങൾ വിജയകരമായി നിർവഹിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ സ്വതന്ത്രവും സുരക്ഷിതവുമായ ഇൻഡോ പസഫിക് മേഖല ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് റിംപാക് അഭ്യാസത്തിൽ പങ്കെടുക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻഡോ പസഫിക് മേഖല ഇന്ന് ലോക വ്യാപാരത്തിനും സമുദ്ര ഗതാഗതത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊന്നാണ്. ലോകത്തിലെ വലിയൊരു ശതമാനം ചരക്ക് കപ്പലുകളും ഈ കടൽപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഈ മേഖല സുരക്ഷിതമായി നിലനിർത്തുന്നത് എല്ലാ രാജ്യങ്ങൾക്കും പ്രധാനമാണ്. റിംപാക് പോലുള്ള പരിശീലനങ്ങളുടെ വിവിധ രാജ്യങ്ങളെ നാവികസേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പരിശീലനം നേടും. പ്രകൃതി ദുരന്തങ്ങൾ, കടൽക്കൊള്ള, ഭീകര പ്രവർത്തനങ്ങൾ, സമുദ്ര സുരക്ഷാ പ്രശ്നങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാനാകുമെന്ന് ഇത്തരം അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നു. ഈ വർഷത്തെ റിംപാക് അഭ്യാസത്തിൽ 30ലധികം യുദ്ധ കപ്പലുകൾ പങ്കെടുക്കുന്നുണ്ട്. അതിനൊപ്പം 5 അന്തർവാഹിനികളും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 206ലധികം സൈനിക വിമാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. 15 രാജ്യങ്ങളിൽ നിന്നുള്ള കരസേന വിഭാഗങ്ങളും ഈ അഭ്യാസത്തിന്റെ ഭാഗമാണ്. മൊത്തത്തിൽ ഏകദേശം 30,000 സൈനികരാണ് ഈ വർഷത്തെ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. അതിനാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സംയുക്ത നാവിക പരിശീലനമായി റിംപാക് അറിയപ്പെടുന്നു. ഈ പരിശീലനത്തിൽ യുദ്ധ സാഹചര്യത്തിൽ അനുകരിച്ചുള്ള വിവിധ പരിശീലനങ്ങൾ നടത്താറുണ്ട്. കടൽ സംയുക്തമായ പ്രവർത്തനങ്ങൾ, വിവരങ്ങൾ കൈമാറൽ, ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തൽ, വ്യോമനാവിക ഏകോപനം, രക്ഷാപ്രവർത്തനങ്ങൾ, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളാണ് പ്രധാന പരിശീലനങ്ങൾ നടക്കുന്നത്. ഇന്ത്യക്ക് ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് നിരവധി ഗുണങ്ങൾ നൽകുന്നു. ലോകത്തിലെ പ്രമുഖ നാവികസേനയുമായി ചേർന്ന് പ്രവർത്തിക്കാനും പുതിയ സാങ്കേതിക വിദ്യകളും പ്രവർത്തന രീതികളും മനസ്സിലാക്കാനും ഇത് സഹായിക്കും. അതോടൊപ്പം ഇന്ത്യയുടെ നാവികശേഷിയും ആധുനിക സാങ്കേതിക കഴിവുകളും മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരവുമാണ് റിംപാക്. ഇന്ത്യ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി റിംപാക് അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോ തവണയും ഇന്ത്യയുടെ പങ്കാളിത്തം കൂടുതൽ ശക്തമാകുകയാണ്. ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും ഈ അഭ്യാസം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ന് ലോകത്ത് സമുദ്ര സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കടൽപാതകളിലൂടെ നടക്കുന്ന വ്യാപാരം, ഊർജ്ജ വിതരണം, മത്സ്യബന്ധനം, സുരക്ഷാ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം സമുദ്രത്തിന്റെ സുരക്ഷിതമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംയുക്ത സൈനിക പരിശീലനങ്ങൾ കൂടുതൽ പ്രാധാന്യം നേടുന്നത്. റിംപാക് 2026 ഇന്ത്യയുടെ പങ്കാളിത്തം രാജ്യത്തിന്റെ നാവികശേഷിയും അന്താരാഷ്ട്ര സഹകരണവും കൂടുതൽ ശക്തമാകുന്നു എന്നൊരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ഹവായിൽ നടക്കുന്ന ഈ വലിയ നാവിക അഭ്യാസം വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസവും സഹകരണവും വർദ്ധിക്കുന്നതിനൊപ്പം സമുദ്ര സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കും. ലോകത്തിലെ പ്രമുഖ നാവികസേനകളോടൊപ്പം പരിശീലനം നേടുന്നതിലൂടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് പുതിയ അനുഭവങ്ങളും കൂടുതൽ കഴിവുകളും നേടാൻ സാധിക്കും. സുരക്ഷിതവും സ്വതന്ത്രവുമായ ഇൻഡോ പസഫിക് മേഖലയെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത വീണ്ടും വ്യക്തമാക്കുന്ന അവസരമാണ് റിംപാക് 2026. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.